ഹലോ, നമ്മളുണ്ടല്ലോ ഓസ്ട്ര എന്ന് പറഞ്ഞൊരു ആമ്പലിനെ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ഞാനത് നമ്മൾക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പാത്രത്തിൽ നട്ടിട്ടുണ്ടായിരുന്നു. അതിന് നേരെ നമ്മുടെ വലിയ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം അതിൻ്റെ കാലാവധി കഴിഞ്ഞു തോന്നുന്നു. മണ്ണിൻ്റെ പ്രോട്ടീനൊക്കെ പോയിട്ടുണ്ടാകും. ചെടിയൊക്കെ വളരെ ചെറുതായി, പൂവൊക്കെ ഭയങ്കര ചെറുതായി പോയി, ലീഫൊക്കെ ഭയങ്കര ചെറുതായി. അപ്പം ഞാനുണ്ടല്ലോ അതിന് പതുക്കെ ഒന്ന് എടുത്തു. എന്നിട്ട് നമ്മുടെ പാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ. നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം. പക്ഷേ എന്താ വെച്ചാൽ പെട്ടെന്ന് മാറ്റേണ്ടി വരും, റീപ്പോർട്ട് ചെയ്യേണ്ടി വരും. മണ്ണ് കുറച്ചല്ലേ. അപ്പം ഞാനെന്ത് അത്യാവശ്യം നല്ല രീതിക്ക് ആ പോട്ടിൽ ഫുൾ അതിൻ്റെ വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പം ഇതിൻ്റെ അകത്ത് ട്യൂബറൊക്കെ ഉണ്ടാവാം. അത് ട്യൂബർ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ. അപ്പോൾ ട്യൂബറിൻ്റെ വീഡിയോ സ്പെഷ്യലായിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങളും ഭയങ്കര വ്യക്തമായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇളക്കി മാറ്റുമ്പം വേരൊന്നും വലിയ ഡാമേജ് ആക്കാതെ വേണം പുഴക്കെടുക്കാനായിട്ട്. മീൻസ് നമ്മുടെ മെയിൻ വേര് മെയിൻ ട്യൂബറൊന്നും പൊട്ടാത്ത രീതിയിലുള്ള എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീടിനെറ്റ് വെച്ചിരിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ചളി ആയിക്കഴിഞ്ഞാൽ പിന്നെ വാരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിത് കുറച്ച് സൈഡോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് ഞാൻ ഇളക്കി മാറ്റാം കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ ട്യൂബർ ഉണ്ട് അതിനകത്ത് അടിയിൽ. അപ്പോൾ അതെങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. പിന്നെ ചെടി പിന്നെ എന്താ പറയുക, നശിച്ചു പോകും. അങ്ങനെ പതുക്കെ ഞാൻ ഇളക്കിയെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു ട്യൂബറാട്ടോ അതിനകത്ത്, വലിയ ട്യൂബറൊന്നുമല്ല. അടിയിൽ ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചളിയൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ പറയുക, പഴയ മണ്ണ് എടുക്കരുത്. ഈ വേസ്റ്റ് വരുന്ന മണ്ണൊക്കെ നമ്മൾ കളയണേ. പിന്നെ നമ്മൾ പ്ലാന്റ് നന്നായിട്ട് കഴുകുക, നല്ല രീതിക്ക് വാഷ് ചെയ്ത് ക്ലീനാക്കി എടുക്കുക. പിന്നെ അതിൻ്റെ വേരുകളൊക്കെ കണ്ടിച്ച് കളയുക. അടിയിൽ കാണുന്നുണ്ടോ, ഇതാണ് അതിൻ്റെ ട്യൂബർ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പുതിയ തൈകൾ കിട്ടണമെങ്കിൽ ഈ ട്യൂബറിൽ നിന്നാണ് നമുക്കിനി പുതിയ തൈകളൊക്കെ കിട്ടുക. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് പുതിയ തൈ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ അതിൻ്റെ ഈ ഒരു വീടിൻ്റെ അടുത്ത ഇവിടേക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ശരിക്കും നമ്മൾ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിനകത്ത് എന്തോ പായൽ പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു സാധനം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താ സാധനം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയുക, ഇതാണ് എൻ്റെ ട്യൂബർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാഫിലൊക്കെ മുക്കി വെച്ചാൽ മാത്രമേ ഇത് ചീഞ്ഞു പോകാതിരിക്കുള്ളൂ. അപ്പം ഈ വീഡിയോ ഞാൻ 2 ദിവസം എടുത്തിട്ട്, അപ്പം എന്താ പറയുക, വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം കണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ട്യൂബർ ഞാൻ ക്ലീൻ ചെയ്യണതും അതുപോലെ തന്നെ അതിൻ്റെ ഇടുന്ന രീതിയൊക്കെ ഞാൻ ചെറിയൊരു ഷോർട്ടാക്കിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ മതി കേട്ടോ നമ്മുടെ ചാനലിൽ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഇത് ഞാൻ നമ്മുടെ സാഫ് കലക്കി വെച്ച വെള്ളമാണ് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് സാഫ് കലക്കിയിട്ടുണ്ടായിരുന്നു. 2-3 പ്ലാന്റൊക്കെ റീപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട്. സാഫിൽ നമ്മൾ മുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ ചീഞ്ഞു പോകാതിരിക്കാനാട്ടോ. പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ സാഫിൽ മുക്കുകയാണെങ്കിൽ അത് കുറേ കാലം ചെയ്യാതിരിക്കും. പിന്നെ അത് വേര് വരും. അപ്പം സാഫിൽ മുക്കുന്നത് വളരെ നല്ലതാണ്. അതൊരു ഫംഗിസൈഡും കൂടെ കേട്ടോ. കുറച്ച് കലക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഇത്രയും വലിയ വെള്ളത്തിന് ഇപ്പോൾ ഒരു ടീസ്പൂണിൻ്റെ ആവശ്യം കൂടില്ല, ഒരു നുള്ള് മതി. നമ്മൾ ഉപ്പൊക്കെ ഇടുന്ന പോലെ കുറച്ചൊരു നുള്ളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ നമ്മൾ പ്ലാന്റ് നടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സെയിം പാത്രം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനടിയിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ചാണകപ്പൊടി, അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടി, പിന്നെ കുറച്ച് ആട്ടും കാട്ടും കൂടെ ചേർത്തിട്ട് അടിയത്തെ ലെയർ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലാട്ടോ. കുറച്ച് നല്ല പ്രോട്ടീനുള്ള ചുവന്ന മണ്ണൊക്കെ കിട്ടുവാണെങ്കിൽ സെറ്റായിരിക്കും. ഗാർഡൻ സോയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം നനച്ചു കൊടുക്കാം. നമുക്ക് ആമ്പലിനധികം ഗാർഡൻ സോയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഒരു പകുതിയോളം മതിയാവും നമുക്ക്. താമരയ്ക്ക് പോലെ മുക്കാൽ ഭാഗത്തോളമൊന്നും മണ്ണൊന്നും നമുക്ക് ആവശ്യമില്ല, കുറച്ച് ആവശ്യമുള്ളൂ. അതും ഇതിൽ നമ്മൾ കല്ല് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നെടുത്ത് മാറ്റാം കേട്ടോ. എന്താ വെച്ചാൽ ചെടികൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ തന്നെ വേരൊക്കെ ചുറ്റോടി പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ല് കഷ്ണങ്ങളൊന്നും ഇടരുത് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് നട്ടിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ വളങ്ങൾ കൊടുക്കാം. NPK, DAP പോലുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിക്ക് ചെടി ഗ്രോത്ത് ഉണ്ടാവും, ഫ്ലവറൊക്കെ തരും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സെൻറ്റർ ഭാഗത്തെ. പിന്നെ താമര നടുന്നതും ആമ്പൽ നടുന്നതും രണ്ട് രീതിയാണ്. സെയിം പ്രോസസ്സാണെങ്കിലും പ്രോട്ടീൻ യൂസൊക്കെ സെയിം ആണെങ്കിലും നടുന്ന രീതി വ്യത്യാസമുണ്ട്. നമ്മൾ പോട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വേണം നമ്മുടെ ആമ്പൽ നടാനായിട്ട് കേട്ടോ. കാരണം ആമ്പലിന് എപ്പോഴും സെൻറ്ററാണ് നല്ലത്. താമരയാണെങ്കിൽ സൈഡിലൂടെയാണ് നടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആമ്പൽ ഞാനിതേ സൈഡിലൂടെ സെൻറ്ററിൽ നട്ടിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഒരിക്കലും പ്ലാന്റ് നടരുത്. നമ്മൾ ശരിക്കും നടുന്നത് മണ്ണ് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി കൊടുക്കുക, കുറച്ച് വെള്ളം നനച്ചിട്ട്. എന്നിട്ട് നമ്മൾ പ്ലാന്റ് നടാം. ഞാനിതൊരു ഓട്ടും കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം കലങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓട് വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ വെള്ളം കളറൊക്കെ മാറി ഭയങ്കര വൃത്തികേടായിരിക്കും, കാണാനൊന്നും ഭംഗി ഉണ്ടാവില്ല. അപ്പം നമുക്കത് മുളയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതേപോലെ വല്ല ഇലയോ എന്തെങ്കിലും വെച്ചാലും മതി, ഓടന്നെ വെക്കണമെന്നൊന്നുമില്ല. നമ്മൾക്ക് സാധാരണ ലീഫൊക്കെ വയ്ക്കുക, എന്നാലും
കലങ്ങേണ്ടത് കലങ്ങി തന്നെ വരുള്ളൂ. അപ്പോൾ എങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് അറിയട്ടെ. അപ്പം എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനൊക്കെ ഇടുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ താമരയുടെ ട്യൂബർ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ താമര ട്യൂബർ നമ്മൾ കുറേ സെയിൽ ചെയ്തു. ഇപ്പോൾ സ്റ്റോക്കൊക്കെ കുറവാണ്. അപ്പോൾ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്പറൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട ആൾക്കാർ കയറി അങ്ങ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നോക്കുമ്പോൾ വെള്ളമൊന്നും കലങ്ങിയിട്ടൊന്നുമില്ല, ചെറിയ രീതിക്കൊക്കെ ഉള്ളൂ. പിന്നെ അതിൻ്റെ മേലത്തുള്ള പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പ്ലാന്റ് ലവർക്കോ അതുപോലെ തന്നെ ആമ്പലോ താമരയൊക്കെ നടന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരും കൊണ്ടൊന്ന് കണ്ടോട്ടെ.